ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ മിസ് ഈ വീഡിയോ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് എക്സാമിന് ക്വാർട്ടർലി എക്സാമിന് 8 മാർക്കിന് നമുക്ക് ഗ്രാമർ പോർഷനിൽ നിന്ന് വരും. അതിൽ 3 മാർക്ക് 3 മാർക്ക് കോൺവെർസേഷൻ കംപ്ലീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷനിൽ നിന്നാണ് വരിക. ഓക്കെ, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക, അത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ചിലപ്പം എന്താണ് ഇവിടെ നമുക്ക് WH ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് ഫോം ചെയ്യാനുള്ളത്, ഇവിടെ നമ്മൾ മേക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ഇഫ് ക്ലോസ് ആണ്. അതുപോലെ ഇവിടെ എന്താണ് ഹാഡ് ബെറ്റർ ആണ്. ഹാഡ് ബെറ്റർ കഴിഞ്ഞതിന് ശേഷം എന്ത് വരും, അതിനൊക്കെ ഒരു റൂളുണ്ട്. ആ റൂളുകളൊക്കെ പഠിച്ചാലാണ് ചിലപ്പം ക്വസ്റ്റ്യൻ ടാഗ് വരും, ടാഗ് ക്വസ്റ്റ്യൻ വരും, ചിലപ്പം എസ് ഓർ നോ ക്വസ്റ്റ്യൻ വരും, ചിലപ്പോൾ എന്താ വുഡ് യു മൈൻഡ്, അങ്ങനെ ഒരു 5-6 ഗ്രാമർ പോർഷനിൽ നിന്നായിരിക്കും. ഏതെങ്കിലും ഒരു 3 നമുക്ക് എക്സാമിന് വരുള്ളൂ. പക്ഷേ നമുക്ക് ഏതാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂൾസാണ് നമ്മളവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാം. ഓക്കെ, ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻ, ഒരു ഗ്രാമർ പോർഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ എങ്ങനെയാണ്, അതിലൊരു അതായത് ക്വസ്റ്റ്യൻ ടാഗാണ് ഞാനിവിടെ ചെയ്യേണ്ടത് എന്നെങ്ങനെ മനസ്സിലാക്കുക. ഒരു സെൻറ്റൻസും നമുക്ക് തന്ന കോൺവെർസേഷനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കോമൺ കേട്ടോ, ഇവിടെ ഒരു കോമ, ഒരു ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് കണ്ടാൽ മനസ്സിലാക്കണം. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കോമ, ഒരു ഡാഷ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് കണ്ടാൽ ഉറപ്പിച്ചോ അതെന്താണ് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിന് നമ്മൾ 3 റൂൾസാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, 3 സ്റ്റെപ്സാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, നമുക്ക് കോൺവെർസേഷനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും അല്ലേ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തരും. ആ സെൻറ്റൻസ് തന്നിട്ടുള്ള സെൻറ്റൻസിലെ ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഓക്സിലറി വേർബ് ഏതാണെന്ന് നമ്മൾ അറിയണം. ഇതായിരുന്നു നമുക്ക് കോൺവെർസേഷനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും അല്ലേ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തരും. ആ സെൻറ്റൻസ് തന്നിട്ടുള്ള സെൻറ്റൻസിലെ ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഓക്സിലറി വേർബ് ഏതാണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലെ ഓക്സിലറി വേർബ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്സിലറി വേർബ് ഏതൊക്കെയാണ്? 24 ഓക്സിലറി വേർബ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതൊക്കെയാണ് ഈസ്, ആം, ആർ, വാസ്, വേർ, ഷുഡ്, വുഡ്, ക്യാൻ, കുഡ്, അങ്ങനെ ഈ 24 ഓക്സിലറി വേർബ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ എന്താണ് ഒരു ഡാഷും തന്നിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വേർബ് ഏതാണ്? ആറാണ്. ഈ 6നെയാണ് നമ്മൾ കോമയ്ക്ക് ഇപ്പുറത്ത് കൊണ്ടുവരേണ്ടത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ, തന്നിട്ടുള്ള ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗിനെ നെഗറ്റീവ് ആക്കണം. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗിനെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നെങ്ങനെ നമ്മളറിയാം? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെന്നറിയാൻ ആ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നോ, നോട്ട്, നെവർ, നോ വൺ, നോ ബഡി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാഗിനെ പോസിറ്റീവ് ആക്കി കൊടുക്കണം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കാം സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ടാഗിനെ നെഗറ്റീവ് ആക്കി കൊടുക്കാം. നമുക്കൊരു ബാറ്ററി പോലെയാണല്ലേ സ്റ്റേറ്റ്മെൻറ്റും ടാഗും. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ്, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് അവസാനം എഴുതുക. അതായത് നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിലെ പ്രോനൗണിനെ എടുത്ത് ഓക്സിലറി വേർബിന് ശേഷം കൊടുന്ന് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് സ്റ്റെപ്പ് കിട്ടുക, 3 സ്റ്റെപ്പുകൾ. അപ്പോൾ ഒരു 1-2 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഷീ ഈസ് സ്റ്റഡിയിങ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ മനസ്സിലാക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ്. അപ്പോൾ ഈ ഡാഷാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഇതെടുത്ത് പിക്ക് ചെയ്ത് ഇവിടെ കൊടുന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഈസ് എഴുതി, ഓക്സിലറി വേർബിനെ കിട്ടി. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ്, തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഇവിടെ അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, നോ, നോട്ട് അങ്ങനെയുള്ള വേർഡ്സുകളൊന്നുമില്ല. അപ്പോൾ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ടാഗിനെ നെഗറ്റീവ് ആക്കി കൊടുക്കണം. ജസ്റ്റ് ലൈക്ക് ബാറ്ററി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാഗിനെ നെഗറ്റീവ് ആക്കാൻ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ടിൻ്റെ ഷോർട്ട് എഴുതി കൊടുക്കുക. നോട്ട് എന്ന് എഴുതരുത്, എന്ത് ചെയ്യാം?
നോട്ടിൻ്റെ ഷോർട്ടായിട്ട് NT എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഈസിൻറ്റ് നമ്മൾ വായിച്ചു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പ് ഷീ ഈസ് സ്റ്റഡിയിങ് എന്നുള്ള സെൻറ്റൻസിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോനൗണിനെ പ്ലേസ് ചെയ്യാം. പ്രോനൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലേ? ഏതാണ് പ്രോനൗൺ? ഷീ ആണ് പ്രോനൗൺ അല്ലേ? ഒരു ഗേളിൻ്റെ പ്രോനൗൺ എന്താണ്? ഷീ എന്നാണ്. ആ ഷീനെ നമ്മൾ എന്ത് ചെയ്യാം? ഓക്സിലറി വേർബിന് ശേഷം കൊടുന്നെഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈസിൻറ്റ് ഷീ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ടാഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ ടാഗ് നെഗറ്റീവ് ആക്കിക്കൊണ്ട് ചെയ്തു. അതുപോലെ നമുക്ക് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, hasn't cold. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ ഡാഷിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വേർബ് ഹാസ് ആണ്. ഹാസിനെ നമ്മൾ കോമയ്ക്കിപ്പുറം കൊടുന്ന് എഴുതി ഹാസ് എഴുതി. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാര്യം എന്താണ്? ഹാസിൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാസിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാസ് പ്ലസ് നോട്ട് ആണ് അല്ലേ? അല്ലെങ്കിൽ നോട്ട് പ്ലസ് ഹാസ് ആണ് എന്ത്? ഹാസിൻറ്റ്. അപ്പോൾ ഹാസ് നോട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഹാസിൻറ്റ് എന്ന് പറഞ്ഞ് ഷോർട്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അതായത് നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടാഗിനെ പോസിറ്റീവ് ആക്കി കൊടുക്കണം. ടാഗിനെ പോസിറ്റീവ് ആക്കാൻ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? ഈ ഓക്സിലറി വേർബിൻ്റെ കൂടെയുള്ള നോട്ടിനെ ഒഴിവാക്കിയാൽ മതി. ടാഗിൽ നോട്ട് എഴുതാതിരുന്നാൽ മതി, ഹാസ് മാത്രം മതി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. തേർഡ് സ്റ്റെപ്പ് എന്താണ്? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോനൗണിൽ പ്ലേസ് ചെയ്യാം. ഹി ആണ് ഇവിടുത്തെ പ്രോനൗൺ, സബ്ജക്റ്റ്. അതിനെ ഇവിടെ ഓക്സിലറി വേർബിന് ശേഷം പ്ലേസ് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ടാഗ് ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത്. അടുത്തത് ഓക്കെ, ഓക്കെ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്. യു വാണ്ട് ഗോ എന്നാണ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ യു വാണ്ട് ഗോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ടാഗ് ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കുക. ആദ്യം നമ്മൾ എന്താണ്? ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ പ്ലസ് നോട്ടാണ് എന്ത്? വോണ്ട്. ഓക്കെ, അപ്പോൾ വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ടാഗിലേക്ക് എഴുതണമെങ്കിൽ നമുക്ക് എന്താണ്? വോണ്ട് എന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ ആ നോട്ടിനെ ഒഴിവാക്കിയിട്ട് വിൽ എഴുതണം അല്ലേ? വിൽ എഴുതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു, വിൽ കിട്ടി. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവണം, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവണം. അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് അല്ലേ? കാര്യം വില്ലിൻ്റെ കൂടെ നോട്ട് വന്നിട്ടുണ്ട് അല്ലേ? നോട്ടിൻ്റെ ഒരു ഷോർട്ട് ഫോം ഇവിടെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ടാഗിനെ പോസിറ്റീവ് ആക്കി കൊടുക്കണം. പോസിറ്റീവ് ആക്കാൻ നമ്മൾ എന്താ പഠിച്ചത്? ഓക്സിലറി വേർബിൻ്റെ കൂടെയുള്ള നോട്ടിനെ ഒഴിവാക്കിയാൽ മതി, നോട്ട് ടാഗിൽ എഴുതാതിരുന്നാൽ മതി. അപ്പോൾ എന്ത് കിട്ടി? വിൽ കിട്ടി. വില്ല് നോട്ടിനെ ഒഴിവാക്കി, ടാഗിൽ നമുക്ക് നോട്ട് വേണ്ട. അടുത്തത് എന്താ വേണ്ടത്? യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ? യു വാണ്ട് ഗോ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രോനൗണിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിലറി വേർബിന് ശേഷം പ്ലേസ് ചെയ്യുക, വിൽ യു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രാജു ഈസ് ഡ്രൈവിങ്. രാജു ഈസ് ഡ്രൈവിംഗ് പറയുമ്പോൾ ഇതിൽ ഓക്സിലറി വേർബ് ഈസ് ആണ്. ഈസിനെ പ്ലേസ് ചെയ്തു കോമക്കപ്പുറം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണ് അല്ലേ? നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ടിനെ ആഡ് ചെയ്തു അല്ലേ? ഈസിൻറ്റ്. പിന്നെ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? രാജു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഈ രാജു എന്ന് നേരിട്ട് ഈസിൻറ്റ് രാജു എന്ന് എഴുതാൻ പാടില്ല. ടാഗിൽ ഒരിക്കലും നൗൺ എഴുതരുത്, പ്രോനൗൺ ആണ് എഴുതുക. അപ്പോൾ രാജു എന്ന് പറയുന്നത് ഒരു ബോയ് ആണ്. ബോയിയുടെ പ്രോനൗൺ ഹീ ആണ് അല്ലേ? അവൻ എന്ന മീനിങ് വരാൻ. അപ്പോൾ ഈസിൻറ്റ് ഹീ എന്ന് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അതേപോലെ തന്നെയാണ് എന്ത്? ഇവിടെ അഞ്ജന വാസ് സ്റ്റഡിയിങ് അല്ലേ? ഇവിടെ ഓക്സിലറി വേർബ് എന്താണ്? വാസ് ആണ്. അതിനെ നമ്മൾ പ്ലേസ് ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗിനെ നെഗറ്റീവ് ആക്കി. വാസിൻ്റെ കൂടെ, വാസ് എന്ന ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ടിനെ ചേർത്തു. അഞ്ജന എന്ന് പറയുന്നത് ഒരു ഗേളാണ്. അപ്പോൾ അഞ്ജന എന്ന് ഡയറക്റ്റ്ലി ടാഗിൽ എഴുതാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷീ അല്ലേ? അവൾ എന്ന മീനിങ് വരാൻ ഷീ ആണ് പ്രോനൗൺ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വാസ് ഇൻ ഷീ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഓക്കെ, അപ്പോൾ നോക്കിയാൽ അർജുൻ പ്ലേഡ് ക്രിക്കറ്റ്. അർജുൻ പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഇവിടെ ED ഫോമിലാണ് വെർബ് ഇരിക്കുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വേർബിൻ്റെ കൂടെ ED ഫോം വന്നാൽ ആ വേർബിൻ്റെ കൂടെ ഉള്ളത് ആരാണ്? ഡിഡ് എന്ന ഓക്സിലറി വേർബാണ് ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ടാവുക, ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുക. നമ്മൾ ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഡിഡ് വേർബ് ED ഫോമിലായതുകൊണ്ട് ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഓക്സിലറി വേർബ് തന്നിട്ടില്ല. ഈ വേർബിൻ്റെ കൂടെയാണ് ഓക്സിലറി വേർബ് ഉള്ളത്. അപ്പോൾ ED ഫോമിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഡിഡ് എന്ന ഓക്സിലറി വേർബാണ് ഉണ്ടാവുക. അപ്പോൾ ഡിഡ് എഴുതി, ഡിഡ്. ദെൻ അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി ഓക്സിലറി വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു.
ദെൻ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, അതുകൊണ്ട് നമ്മൾ ടാഗിനെ നെഗറ്റീവാക്കി. ഡിഡൻറ്റ്. അർജുൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അർജുൻ എന്ന് എഴുതാൻ പാടില്ല, ടാഗിൽ ഒരിക്കലും നൗൺ എഴുതാൻ പാടില്ല, പ്രോനൗണാണ് എഴുതാൻ പാടുള്ളൂ. അർജുൻ ഒരു ബോയ് ആയതുകൊണ്ട് അവൻ എന്ന മീനിങ് കിട്ടാൻ ഹി എന്ന പ്രോനൗൺ കൊടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഇ ഡി ഫോം വന്നാൽ ഡിഡാണ് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഇ എസ് ഫോം വന്നാൽ ആ വെർബിൻ്റെ കൂടെയുള്ളത് ഏത് ഓക്സിലറി വെർബാണ്? ഡസ് എന്ന ഓക്സിലറി വെർബാണ്. ഇവിടെയും നമുക്ക് എന്താണ് ഡയറക്റ്റ്ലി ഒരു ഓക്സിലറി വെർബ് തന്നിട്ടില്ല, വെർബിൻ്റെ കൂടെയാണ് ഓക്സിലറി വെർബ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ഡസ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, അതുകൊണ്ട് ടാഗിനെ നെഗറ്റീവാക്കി. ഡസിൻറ്റ്. പിന്നെ ഹി ആണ് ഇവിടുത്തെ പ്രോനൗണ്, ഹി എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഡസിൻറ്റ് ഹി. അടുത്ത അതുപോലത്തെ ഒരു കേസാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു പ്രോനൗൺ ഓക്സിലറി വെർബ് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് വെർബ് കാണാനുണ്ട്. ദേ റൈറ്റ് എക്സാം എന്നുള്ളതിൽ വെർബ് കാണാനുണ്ട്. അപ്പോൾ ഈ വെർബിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ത്? ഓക്സിലറി വെർബ്. നമ്മൾ പഠിച്ചു ഇ ഡി ഫോം ആണെങ്കിൽ ഡിഡ് ആയിരിക്കും, ഇ എസ് ഫോം ആണെങ്കിൽ ഡസ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ വെർബിൻ്റെ ആക്ച്വൽ ഫോമാണ്, V1 ഫോമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ V1 ഫോമിൻ്റെ കൂടെ ആരുണ്ടായിരിക്കുക? ഡു എന്ന ഓക്സിലറി വെർബാണ് ഉണ്ടായിരിക്കുക. സോ നമ്മൾ ഓക്സിലറി വെർബ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ഡു. പിന്നെന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, അതുകൊണ്ട് ടാഗിനെ നെഗറ്റീവാക്കി. ഡോണ്ട്. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് പ്രോനൗണിനെ പ്ലേസ് ചെയ്യുക. ഡോണ്ട് ദേ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അതുപോലെ ഒരു കേസ്, രണ്ട് കേസുകളാണ്. ലെറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ആമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും. ലെറ്റ്സ് സൺബാത്ത് ടുഡേ അല്ലേ, അതാണ് ലെറ്റ്സ് സൺബാത്ത് ടുഡേ എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനെയും ടാഗ് ഷോൾ ബി ആയിരിക്കും. ഇത് പഠിക്കണം കേട്ടോ, ഷോൾ ബി ക്വസ്റ്റ്യൻ മാർക്ക്. അതുപോലെ ഐ ആം ഗെറ്റിംഗ് റെഡ് എന്നുള്ള ഐ ആമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ടാഗ് എന്തായിരിക്കും? ആമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ടാഗ് ആറിൻറ്റൈ. ആമിൻ്റെ എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല, സോറി, ആറിൻറ്റൈ ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയും റൂൾസാണ് മനസ്സിലാക്കേണ്ടത്. ലെറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്തുള്ള ലെറ്റ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് എപ്പോഴും ഷോൾ ബി എന്നായിരിക്കണം. അയാമിൻ്റെ ടാഗ് അയാം എന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടാഗ് എപ്പോഴും ആറിൻറ്റ് ഐ എന്നായിരിക്കും. ക്വസ്റ്റ്യൻ മാർക്ക് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ടാഗ് ക്വസ്റ്റ്യൻ്റെ റൂൾസ്. അടുത്തത് അതായത് ക്വസ്റ്റ്യൻ ഫോർമേഷനാണ്. ക്വസ്റ്റ്യൻ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യനോ എസ് ക്വസ്റ്റ്യനോ ഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ WH ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. WH ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ഫോം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ WH ക്വസ്റ്റ്യൻ ആണ് എന്നറിയാമെങ്കിൽ ഇത് WH ക്വസ്റ്റ്യൻ ആണ് എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമുക്ക് തന്ന കോൺവെർസേഷനിൽ ആദ്യം ഒരു ഡാഷ് തരും. ആദ്യം ഒരാളുടെ പേര് കലാം ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അതിന് തൊട്ട് താഴെ ഷംസുദ്ദീൻ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഷംസുദ്ദീന് പറയുന്നത് എന്താണ്? ഐ ഹാവ് എ സൊല്യൂഷൻ ദ ബണ്ടിൽ, അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ യെസ്സിലോ നോയിലോ അല്ല ക്വസ്റ്റ്യൻ നമ്മളുടെ റിപ്ലൈ വന്നിട്ടുള്ളത്. അപ്പോൾ റിപ്ലൈ യെസ്സിലോ നോയിലോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളിവിടെ ഈ ബ്ലാങ്ക് ആയ സ്ഥലത്ത് നമ്മൾ WH ക്വസ്റ്റ്യനാണ് ഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ചില കേസസിൽ നമുക്ക് യെസ്സിലോ അല്ലെങ്കിൽ നോയിലോ റിപ്ലൈ വരും. ഇവിടെ യെസ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വന്നിട്ടുണ്ട്, പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം യെസ്സിലോ നോയിലോ ആണ് റിപ്ലൈ കാണുന്നതെങ്കിൽ മനസ്സിലാക്കാം ഇവിടെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ് ഫോം ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യനും അതുപോലെ WH ക്വസ്റ്റ്യനും ഫോം ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ WH ക്വസ്റ്റ്യൻ, അതായത് Wയിലോ Hയിലോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യനെയാണ് WH ക്വസ്റ്റ്യൻ എന്ന് പറയുക അല്ലേ. Wയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ്? വാട്ട്, വിച്ച്, വേർ, വെൻ, വൈ, ഹൂ, ഹും. അതിനൊക്കെ മീനിങ് ഒക്കെ പഠിക്കണം കേട്ടോ. ഹൗ, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഓഫൺ, ഇതൊക്കെ Hയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു WH ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഒരു റൂളാണ് ഇവിടെ പറയുന്നത്. The format of a WH question typically follows this pattern. ഈ പാറ്റേൺ വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദി കേസിലും ഈ ഒരു പാറ്റേൺ നമുക്ക് അപ്ലിക്കബിൾ ആകും. ഓക്കെ, അപ്പോൾ കോസ്മോ ചില സമയത്ത് കോസ്മോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഷോർട്ട് ആക്കിയതാണ്, ഒരു കോഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വേർഡ് Q എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡാണ്, A എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്, S എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, M മെയിൻ വേർബാണ്, O അതേഴ്സ് ആണ്. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയേ. വേർ ആർ യു ഗോയിങ് ഓൺ യുവർ വെക്കേഷൻ? ഈ ഒരു ക്വസ്റ്റ്യൻ ഈ കോസ്മേനെ ആണോ ഫോളോ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. വേർ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡാണ്. Q ആർ ഓക്സിലറി വേർബാണ്, യു സബ്ജക്റ്റ് ആണ്, ഗോയിങ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്, ഓൺ യുവർ വെക്കേഷൻ എന്ന് പറയുന്നത് അതേഴ്സിലും വരും. അപ്പോൾ കോസ്മോ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം?
പക്ഷേ എക്സാമ്പിൾസ് കോസ്മോ വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, രവി എന്തോ ചോദിക്കുന്നുണ്ട് അല്ലേ, അതിന് റിപ്ലൈ ആയിട്ട് ഹി റീച്ച്ഡ് ഹിയർ എസ്റ്റർഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എസ്സിലോ നോയിലോ എല്ലാം റിപ്ലൈ വന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഡബ്ല്യൂയിലോ എച്ചിലോ തുടങ്ങേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്, നമുക്ക് WH ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഹി റീച്ച്ഡ് ഹിയർ എസ്റ്റർഡേ അവൻ ഇവിടെ ഇന്നലെ എത്തിയിട്ടുണ്ട് ഇവിടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ എപ്പോഴാണ് എത്തിയിട്ടുണ്ടാവുക എന്നാവും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എപ്പോൾ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. വെൻ, എപ്പോൾ. ഇനി എന്താണ് കോസ്മോ, അപ്പോൾ ക്യൂ കിട്ടി, ഇവിടെ ക്യൂ കിട്ടി. ഇനി അടുത്തത് എ കിട്ടാനുണ്ട് അല്ലേ, കോസ്മോയിൽ എ കിട്ടാനുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി. അപ്പോൾ ഇനി ഓക്സിലറി വെർബ് എവിടെ കിട്ടും? എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ് നമുക്ക് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഓക്സിലറി വെർബ് കാണുന്നില്ല, ഇവിടെ വെർബ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, വെർബും ഓക്സിലറി വെർബും കൂടി തന്നിട്ടുണ്ട്. നമുക്ക് ഓക്സിലറി വെർബ് എടുത്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വെർബിലുണ്ടായിരിക്കും എന്ത്? ഓക്സിലറി വെർബ് ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ പഠിച്ചു. ED ഫോം വന്നാൽ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റീച്ച്ഡിൽ എന്താണ്? റീച്ച്ഡ് എന്ന് പറയുന്നത് ED ഫോമാണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഡിഡ് ആയിരിക്കും ഓക്സിലറി വെർബ്. അപ്പോൾ നമുക്ക് ഓക്സിലറി വെർബ് എയും കിട്ടി അല്ലേ, QA കിട്ടി, ആയിട്ടുണ്ട് അല്ലേ. ഇനി സ്മോ എഴുതാനുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഹി, വെൻ ഡിഡ് ഹി. അപ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി, ഓക്സിലറി വെർബ് കിട്ടി, സബ്ജക്റ്റ് കിട്ടി. ഇനി മെയിൻ വെർബ് കിട്ടണം. റീച്ച് ആണ് ഇവിടുത്തെ മെയിൻ വെർബ് അല്ലേ, റീച്ച് ആണ്. വെൻ ക്വസ്റ്റ്യൻ വേർഡ് ഡിഡ് ഓക്സിലറി വെർബ് റീച്ച് അല്ലേ. അതായത് EDത്തെ ഡിഡ് നമ്മൾ റീച്ച്ഡിലത്തെ ഡിഡ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ റീച്ച് ഇടുന്ന് എഴുതരുത്, റീച്ച് മാത്രം മതി. മെയിൻ വെർബ് എഴുതി, മെയിൻ വെർബ് അല്ല, സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം മെയിൻ വെർബ് എഴുതി. When did he reach here? Here എന്ന് പറയുന്നത് അതേഴ്സിൽ നമുക്ക് ആക്കാം. മെയിൻ വെർബിന് ശേഷം വരുന്ന ബാക്കി ഭാഗത്തെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ചില സമയത്ത് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറി വെർബും സബ്ജക്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറി വെർബും സബ്ജക്റ്റും മെയിൻ വെർബും ഉണ്ടാവുള്ളൂ, അതേഴ്സ് ഉണ്ടായിരിക്കില്ല. ഉള്ളത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. റെന എന്തോ ചോദിക്കുന്നുണ്ട്, സെന റിപ്ലൈ ചെയ്യുന്നതാണ്. റാം ഈസ് മൈ ഫ്രണ്ട്. റാമിൻ്റെ ഫ്രണ്ടാണ്. റെന എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആരാണ് റാം എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് ആര് എന്നുള്ളത് നമുക്കറിയാം, ഹൂ. പിന്നെ എന്താണ്? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വേർഡായി അല്ലേ, ക്യൂ കിട്ടി. ക്യോസ്മോ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ക്യൂ കിട്ടി. അപ്പോൾ ഹൂ. പിന്നെന്താണ്? ക്യൂ കഴിഞ്ഞു, ഇനി എ എഴുതണം. ഓക്സിലറി വെർബ് ഈസ് ആണ്, ഹൂ ഈസ്. അപ്പോൾ ക്യൂവും എയും കിട്ടി. സബ്ജക്റ്റ് റാമാണ്. അപ്പോൾ എന്താണ്? QAS, ഹൂ ഈസ് റാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറി വെർബും സബ്ജക്റ്റും ഉള്ളൂ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ വെർബും മെയിൻ വെർബും ഇല്ല, അതുപോലെ എന്തില്ല അതേഴ്സും ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻ ഡൗട്ടൊന്നുമില്ല വിചാരിക്കുന്നത്. ഇനി അടുത്തത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. എസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഈ കണ്ട ഓക്സിലറി വെർബ് ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഓക്കെ, ക്യാൻ യു സ്വിം, ഡിഡ് യു ഫിനിഷ് യുവർ ഹോം വർക്ക്, വിൽ യു കം വിത്ത് മീ, ഇതൊക്കെ എന്താണ്? ഓക്സിലറി വെർബിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. WH ക്വസ്റ്റ്യൻ എപ്പോഴും WLോ HLോ സ്റ്റാർട്ട് ഉള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ എസ് ഓർ നോ ക്വസ്റ്റ്യന് ഓക്സിലറി വെർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ റിപ്ലൈ എപ്പോഴും എങ്ങനെയായിരിക്കും? എസ്സിലോ നോയിലോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതൊരു ഉണ്ടാവും. ഇവിടെയൊക്കെ അല്ലെങ്കിൽ എസ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇവിടെ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യനാണ് ഫോം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യന് WH ക്വസ്റ്റ്യൻ നമ്മൾ കോസ്മോ പഠിച്ചെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് ആസ്മോ മതി, ക്യൂവിനെ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ്? ആസ്മോ ഏതാണ്? എ ഓക്സിലറി വെർബാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെ. എ ഓക്സിലറി വെർബ്, എസ് സബ്ജക്റ്റ്, എം മെയിൻ വെർബ്, ഓ അതേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം നമുക്ക്. ടീച്ചർ എന്തോ ചോദിക്കുന്നുണ്ട് എന്നൊന്നുമില്ല കേട്ടോ. അച്ചു റിപ്ലൈ ചെയ്യുന്നത് എന്താണ്? യെസ് ഐ ഡിഡ് കംപ്ലീറ്റ് ദി ഹോംവർക്ക്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ എന്താ പറയുക? നീ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ എന്നാണ് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? ആസ്മോ ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്, ആസ്മോ. അപ്പോൾ ഓക്സിലറി വെർബ് റിപ്ലൈയിൽ നിന്ന് തന്നെ നമുക്കതെല്ലാം കിട്ടും. ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. ആദ്യം ഡിഡ് എഴുതി, ഡിഡ്. ദെൻ അപ്പോൾ ഓക്സിലറി വെർബ് കിട്ടി. ഇനി സബ്ജക്റ്റ് ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ വേറൊരാൾ ചോദിക്കുമ്പോൾ ഐ എന്നുള്ളത് എന്തായി മാറും? യു ആയി മാറും. ഡിഡ് യു. മെയിൻ വെർബ് അടുത്ത എന്താണ്? ഓക്സിലറി വെർബ് കിട്ടി, സബ്ജക്റ്റ് കിട്ടി, ഇനി മെയിൻ വെർബ് കിട്ടണം. മെയിൻ വെർബ് ഏതാണ് ഇവിടുത്തെ? കംപ്ലീറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വെർബ്, കംപ്ലീറ്റ്. അതേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? കംപ്ലീറ്റ് ദി ഹോംവർക്ക് എന്നുള്ളതാണ്. എന്ത്?
ദി ഹോംവർക്ക് എന്നുള്ളതാണ്. അതേഴ്സ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ഡിഡ് യു കംപ്ലീറ്റ് ദി ഹോംവർക്ക്? ഇത്രയേ ഉള്ളൂ അല്ലേ. എല്ലാം നമുക്ക് ആൻസറിൽ തന്നെ കിട്ടുന്നുണ്ട്. WH ക്വസ്റ്റ്യനിലാകുമ്പോൾ നമ്മൾ WH ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പുറത്തുനിന്ന് എടുക്കണം, ബാക്കിയെല്ലാം നമുക്ക് ആ റിപ്ലൈയിൽ നിന്ന് കിട്ടും. നമ്മൾ എസോർണ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാം നമുക്കൊന്നും പുറത്തുനിന്ന് എടുക്കാനില്ല, എല്ലാം ഈ ഒരു ആസ്മോ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ആ ആസ്മോ അതേപോലെ ഫോളോ ചെയ്താൽ മതി. അത് അങ്ങോട്ടൊരു ഡിസോർഡർ ആവാൻ പാടില്ല. ശരിക്കും കഴിഞ്ഞിട്ട് ഓക്സിലറി വേർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് കഴിഞ്ഞാൽ മെയിൻ വേർബ് എഴുതണം. മെയിൻ വേർബ് എഴുതാൻ അതേഴ്സ് എഴുതണം. ചിലപ്പോൾ അതേഴ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ മെയിൻ വേർബ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഉള്ളത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി. ദെൻ അത് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. നോ വെച്ചിട്ട് ചെയ്യാം. അർജുൻ എന്തോ ചോദിക്കുന്നുണ്ട്, അതിന് റിപ്ലൈ ആയിട്ട് രേഷ്മ പറയുന്നത് എന്താണ്? നോ, ഐ വാണ്ട് ഗോ ടു ദ ടെമ്പിൾ. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ ടെമ്പിൾക്ക് പോകുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആസ്മോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആസ്മോ ഓക്സിലറി വേർബ് എന്താണ്? വോണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അല്ലേ. വോണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു. വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്. അപ്പോൾ നമുക്ക് നോട്ട് ആവശ്യമില്ല, നമുക്ക് വില്ല് മാത്രം മതി. വില്ല് എഴുതി ഓക്സിലറി വേർബ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അടുത്തത് സബ്ജക്റ്റ് എഴുതണം. ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഐ എന്തായി മാറും? യു ആയി മാറും. വിൽ യു. പിന്നെ അപ്പോൾ ഓക്സിലറി വേർബ് കിട്ടി, സബ്ജക്റ്റ് കിട്ടി. ഇനി മെയിൻ വേർബ് ഗോ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വിൽ യു ഗോ. പിന്നെ അതേഴ്സ് ആയിട്ട് ടു ദ ടെമ്പിൾ. ടു ദി ടെമ്പിൾ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. വിൽ യു ഗോ ടു ദി ടെമ്പിൾ. അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ അല്ല, ഇസോർണ ക്വസ്റ്റ്യൻ ഫോമായി. ഇത്രയേ ഉള്ളൂ ഇസോർണ ക്വസ്റ്റ്യൻ. അടുത്തത് ഹാഡ് ബെറ്റർ ആണ് കേട്ടോ. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു സജഷൻ പറയാൻ വേണ്ടിയിട്ട് മറ്റൊരാളോട് സജഷൻ പറയാൻ, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് പറയാൻ, അല്ലെങ്കിൽ ഒരു വാണിംഗ് പറയാനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഹാഡ് ബെറ്റർ. യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അതാണ് നല്ലത് എന്നൊക്കെ പറയാൻ വേണ്ടി, നിനക്കത് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത്, ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോമേ വരാൻ പാടുള്ളൂ. ചിലരൊക്കെ ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാറുണ്ട്. ഹാഡ് ബെറ്ററിന് ശേഷം ടു എന്ന് എഴുതാറുണ്ട്. ഒരിക്കലും തെറ്റായ പ്രവണതയാണ്. ടു എന്ന് എഴുതാൻ പാടില്ല. ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും V1 വരാൻ പാടുള്ളൂ. ഈ V1 നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് തന്നിട്ടുള്ള കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷനിൽ ഹാഡ് ബെറ്റർ വെച്ച് തുടങ്ങിയ സെൻറ്റൻസ്, ഇങ്ങനെ ഒരു ഡാഷ് ഇട്ട് തന്നൊരു സെൻറ്റൻസിന് താഴെ മറ്റാൾ പറയുന്ന റിപ്ലൈയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? V1 കിട്ടും. ഈ ഹാഡ് ബെറ്ററിന് ശേഷം എഴുതാനുള്ള V1 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, മദർ ചോദിക്കുന്നുണ്ട്. മദർ പറയുകയാണ്, യു ഹാവ് ബീൻ കഫിങ് ഓൾ നൈറ്റ് അല്ലേ, രാത്രി മുഴുവനായിട്ട് നീ ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ, ഐ നോ മോം, ഐ തിങ്ക് ഐ ആം കാച്ചിങ് എ കോൾഡ് അല്ലേ, എനിക്ക് കോൾഡ് പിടിക്കണമെന്ന് തോന്നുന്നു അമ്മ എന്ന് പറയാണ്. അപ്പോൾ മദർ പറയാണ്, വെൻ യു ഹാഡ് ബെറ്റർ അല്ലേ, നിനക്കത് ചെയ്യുന്നതാണ് നല്ലത്. എന്ത് ചെയ്യുന്നത്? അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ റിപ്ലൈയിൽ നിന്ന് കിട്ടും. ഓക്കെ, ഐ വിൽ ഗോ സീ ദി ഡോക്ടർ. അപ്പോൾ എന്താണ് മദർ എന്തായിരിക്കും അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക? ദെൻ യു ഹാഡ് ബെറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് യു ഹാഡ് ബെറ്ററിന് ശേഷം V1 വരാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ റിപ്ലൈയിലെ V1 ഏതാണ്? ഗോ ആൻഡ് സീ ആണ് ഇവിടുത്തെ V1 അല്ലേ. അപ്പോൾ ഇതന്നെ ഈ ഗോ ആൻഡ് സീ വിത്ത് സീ ദ ഡോക്ടർ എന്നിടത്ത് എഴുതിയാൽ മതി. ഗോ ഇതിൻ്റെ അടുത്ത് എഴുതണം കേട്ടോ. അതായത് V1 ആണ് നമുക്ക് കൊണ്ടിരുന്നത്, നമുക്ക് റിപ്ലൈയിൽ നിന്ന് കിട്ടും ഗോ സീ ദി ഡോക്ടർ. ഫുൾ സ്റ്റോപ്പ്. ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഫാദർ പറയുന്നുണ്ട്, യു ഹാവ് ബീൻ പ്ലേയിങ് ഗെയിംസ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ടാണ് നീ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്. സൺ എന്താ പറയുന്നത്? സോറി ഡാഡ്. ഫാദർ, യു ഹാഡ് ബെറ്റർ ഡാഷ്. ഇവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ആ ഫില്ല് ചെയ്യാതെ നമുക്ക് ഇവിടുന്ന് കിട്ടും, ഈ റിപ്ലൈയിൽ നിന്ന് കിട്ടും. ഡാഡ്, ഐ വിൽ സ്റ്റോപ്പ് സൂൺ. ഐ നോ ഇറ്റ് വിൽ പുട്ട് മോർ സ്ട്രെയിൻ ഓൺ മൈ ഐസ്. നമുക്ക് ഇവിടെ എന്താണ്? യു ഹാഡ് ബെറ്ററിന് ശേഷം V1 വരണം. അപ്പോൾ ഇങ്ങനെ പറയാം നമുക്ക്, യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് സൂൺ എന്ന് പറയാം അല്ലേ. സ്റ്റോപ്പ് അല്ലേ, എന്താ V1 ഫോമാണ്. സ്റ്റോപ്പ് സൂൺ, പെട്ടെന്നത് നിർത്തുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ നിർത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് എസോർണ ക്വസ്റ്റ്യൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ കോസ്മോ ഫോളോ ചെയ്യുക, എസോർണ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആസ്മോ ഫോളോ ചെയ്യുക. മോസ്റ്റ് ഓഫ് ദി കേസിലും ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒറ്റയ്ക്ക്. അടുത്തൊരു വുഡ് യു മൈൻഡ് മേ ബി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എന്തായാലും എല്ലാതും ഒരുപോലെ മൂന്ന് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു 3 ആയിരിക്കും നമുക്ക് തരിക, ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വുഡ് യു മൈൻഡിന് എന്താണ് പറയാനുള്ളത്? വുഡ് യു മൈൻഡ്, നേരത്തെ യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഡാഷ് തരുന്നത് പോലെ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡാഷ് ഇട്ട് തരും. അപ്പോൾ അവിടെയും ഒരു റൂൾ നമ്മൾ പാലിക്കാനുണ്ട്. യു ഹാഡ് ബെറ്ററിൽ നമ്മൾ എന്താണ് റൂൾ പാലിച്ചിട്ടുണ്ടായിരുന്നത്? യു ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും ഒരു V1 വരണം, അതാണ് അവിടുത്തെ റൂൾ. അതുപോലെ വുഡ് യു മൈൻഡിൻ്റെ ഒരു റൂൾ എന്താണ്? വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും വെർബിൻ്റെ ING ഫോം വരണം. ING ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാക്കിംഗ്, ടോക്കിംഗ്, റൈറ്റിംഗ്, ഇതൊക്കെ എന്താണ്? ING ആണ് ലാസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ അതായത് വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും വെർബിൻ്റെ ING ഫോം വരണം. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം.
എന്താ പറയുന്നത് വുഡ് യു മൈൻഡ് ഡാഷ്, അത് നമുക്ക് ഈ ING ഫോം വെർബിൻ്റെ ING ഫോം അല്ലെങ്കിൽ വെർബ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മളുടെ റിപ്ലൈയിൽ നിന്ന് കിട്ടും. അപ്പോൾ മാർത്ത എന്തോ പറയുന്നുണ്ടല്ലേ വുഡ് യു മൈൻഡ് എന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അവിടെ എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഗ്രാൻഡ്മയുടെ റിപ്ലൈയിൽ നിന്ന് കിട്ടും. ഗ്രാൻഡ് എന്താ പറയുന്നത്, യെസ് ഐ ഡു, യു ഗോ ആൻഡ് മീറ്റ് ഗ്രാൻഡ് പ അലോൺ അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് വുഡ് യു മൈൻഡിന് ശേഷം ING ഫോം വരണം, വെർബിൻ്റെ ING ഫോം വരണം. അപ്പോൾ എങ്ങനെ എഴുതാം, വുഡ് യു മൈൻഡ് ഗോയിങ് ആൻഡ് അല്ലേ, ഗോ ആൻഡ് മീറ്റ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനെ നമുക്ക് എന്താക്കണം, ING ഫോമിലേക്ക് കൊണ്ടുവരണം. കാര്യം അതാണ് റൂൾ അല്ലേ, ഗോയിങ് ആൻഡ് മീറ്റിംഗ് ഗ്രാൻഡ് പ എലോൺ. സിമ്പിളാണ് അല്ലേ, നമുക്ക് ആൻസറിൽ നിന്ന് റിപ്ലൈയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. വുഡ് യു മൈൻഡ് ഡാഷ് മീ വിത്ത് ദിസ് ഹെവി ബാഗ് അല്ലേ. എന്താണ് രവി പറയുകയാണ് ഇവിടെ വുഡ് യു മൈൻഡ് കഴിയുമ്പോൾ ഡാഷ് തന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു വേർബിൻ്റെ ING ഫോമാണ് കൊണ്ടുവരേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് വുഡ് യു മൈൻഡിന് ശേഷം. ഇവിടെ ഷുവർ ഐ വിൽ ക്യാരി ഇറ്റ് ഫോർ യു അല്ലേ. അപ്പോൾ നമുക്ക് റിപ്ലൈയിൽ നിന്ന് തന്നെ ആ ഒരു വേർബ് കിട്ടും, ക്യാരി എന്നാണ് കൂടെ, ക്യാരിയാണ് തന്നിട്ടുള്ളത്, ING ഫോം തന്നിട്ടില്ല. അത് നമ്മൾ എന്താക്കും, ING ഫോമിലേക്ക് മാറ്റും, ക്യാരിയിങ് എന്നാക്കും. ഓക്കെ, ഇത്രയുള്ളൂ, സിമ്പിളാണ് കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ഒന്ന് ചെയ്ത് നോക്കുക. ഈ രണ്ടെണ്ണത്തിൻ്റെ ആൻസറും കൂടെ ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഒരെണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു, WH ക്വസ്റ്റ്യൻ പഠിച്ചു, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിച്ചു, പിന്നെ ഏതാ പഠിച്ചത് നമ്മൾ വുഡ് യു മൈൻഡ് പഠിച്ചു, യു ഹാഡ് ബെറ്റർ ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇഫ് ക്ലോസ് ആണ് അല്ലേ. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഇഫ് ക്ലോസിൻ്റെ രൂപത്തിൽ വരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് നമുക്ക് ഇഫ് ക്ലോസ് ആയിട്ട് തരികയാണെങ്കിൽ ഇഫ് ക്ലോസ് ആണ് എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക, തന്നിട്ടുള്ള നമുക്കൊരു കോൺവെർസേഷൻ തരുമ്പോൾ അതിൽ ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഡാഷ് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ് ഇഫ് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കാം. ഉണ്ടോ, അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം, ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ് ഇഫ് യു ഡോണ്ട്, ഒരു കോമയ്ക്ക് ശേഷം ഒരു ഡാഷ്. ഇത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം, ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു കോമ ഇട്ട് ഒരു ഡാഷ് ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇഫ് ക്ലോസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ആദ്യം മെയിൻ ക്ലോസ് ആയിരിക്കും ഡാഷ് ഇട്ട് തരിക, എന്നിട്ട് എന്താ ഇഫ് ക്ലോസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയായിരിക്കും, ഇഫ് ക്ലോസിൻ്റെ അവിടെ ഇഫ് എന്ന് പറഞ്ഞ് ഒരു ഡാഷ് ഇട്ടിട്ട് തരുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇഫ് ക്ലോസ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയെങ്കിലും ട്വിസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും. എന്താ വെച്ചാൽ ഇഫ് ക്ലോസിനും അതായത് സബോർഡിനേറ്റ് ക്ലോസിനും മെയിൻ ക്ലോസിനും എന്താണ് എവിടെയും ഇരിക്കാം, ആദ്യം ഇരിക്കാം രണ്ടാമതും ഇരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കൊന്ന് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കാം. ഇഫ് യു ട്രൈ ഹാർഡ് യു വിൽ വിൻ അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ മൊത്തത്തിൽ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുകയാണെങ്കിൽ ഇഫ് വരുന്ന ഭാഗത്തിന് നമുക്ക് ഇഫ് ക്ലോസ് എന്നും അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. ബാക്കി അതിന് ശേഷം വരുന്ന യു വിൽ വിന്നിനെ നമ്മൾ ഈ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ റിപ്ലൈനെയാണ് അല്ലെ, റിസൾട്ടാണ് എന്ത് യു വിൽ വിൻ എന്ന് പറയുന്നത്. നമുക്ക് അതിനെന്താക്കാം, മെയിൻ ക്ലോസ് എന്നും പറയാം. ഓക്കെ, ചിലപ്പോൾ മെയിൻ ക്ലോസ് ആയിരിക്കും ആദ്യം വരിക, മെയിൻ ക്ലോസ് ആദ്യം തന്നിട്ട് യു വിൽ വിൻ ഇഫ് യു ട്രൈ ഹാർഡ് അങ്ങനെയും നമുക്ക് എഴുതാം കേട്ടോ. അത് രണ്ടും എന്താണ്, ആദ്യം ഇഫ് ക്ലോസേ വരാൻ പാടുള്ളൂ പിന്നെ മെയിൻ ക്ലോസേ വരാൻ പാടുള്ളൂ എന്നുള്ള റൂളില്ല. മെയിൻ ക്ലോസ് ആദ്യം വരാം, ഇഫ് ക്ലോസ് പിന്നെയും വരാം, അത് എങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇഫ് വരുന്ന ഭാഗത്തിന് സബോർഡിനേറ്റ് ക്ലോസ് എന്നും അതിന് ഇഫ് ക്ലോസിൻ്റെ റിസൾട്ടിന് നമ്മൾ മെയിൻ ക്ലോസ് എന്നാണ് പറയുക. ആ ഒരു സ്ട്രക്ചർ ആദ്യം അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അതായത് കേസ് 1 എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. കേസ് 1 എങ്ങനെയാണ്, ഇഫ് യു റൈറ്റ് വെൽ യു വിൽ ഗെറ്റ് ഗുഡ് മാർക്ക്, ഇഫ് ഐ വിൻ ദ ലോട്ടറി ഐ വിൽ ബൈ എ ന്യൂ കാർ, ഇഫ് ഷീ സ്റ്റഡീസ് വെൽ ഷീ വിൽ പാസ് അല്ലേ. ഇതൊക്കെ എന്താ നമ്മൾ കോമൺ ആയിട്ട് കണ്ടത്, ഇവിടേക്ക് നമ്മൾ കോമൺ ആയി കണ്ട വേർഡാണ് വിൽ, അതുപോലെ റൈറ്റ്, വിൻ, സ്റ്റഡീസ്. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇഫ് ക്ലോസിൽ V1 ഫോമാണ് വന്നിട്ടുള്ളത് അല്ലേ, വെർബിൻ്റെ V1 ഫോമാണ് വന്നിട്ടുള്ളത്. എല്ലാ സെൻറ്റൻസിലും ഇഫ് ക്ലോസിൽ വെർബിൻ്റെ V1 ഫോമാണ് വന്നിട്ടുള്ളത്. ഇഫ് ക്ലോസിൽ V1 ഫോം വന്നാൽ എന്താണ്, മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കും വരേണ്ടത്, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ് വരേണ്ടത്. ഇതാണ് കേസ് 1ൻ്റെ റൂള്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് ക്ലോസിൽ നമുക്ക് തന്നിട്ടുള്ള ഇഫ് ക്ലോസിൽ V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് മെയിൻ ക്ലോസ് ആയിരിക്കും തരിക. അപ്പോൾ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണെങ്കിൽ നമ്മൾ ഇഫ് ക്ലോസിൽ എന്താക്കണം, വെർബിൻ്റെ V1 ഫോമിലാക്കി കൊടുക്കണം. രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ, കേസ് 2ൻ്റെ കേസിൽ എന്താണ്, ഇവിടെ നോക്കിയ കുറച്ച് എക്സാമ്പിൾസ്. ഇഫ് യു റോഡ് വെൽ യു വുഡ് ഗെറ്റ് ഗുഡ് മാർക്ക്, ഇഫ് വൺ the lottery I would buy a new car, if she studied
ഷീ വുഡ് പാസ് അല്ലേ. എവിടേക്ക് എന്താണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടത്? വുഡ് ഗെറ്റ് അല്ലേ. വുഡ് ഗെറ്റ് വുഡ് എല്ലാം വുഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഫ് ക്ലോസിൽ വെർബിൻ്റെ V2 ഫോം വന്നാൽ മെയിൻ ക്ലോസിൽ എന്താ വരിക? വുഡ് പ്ലസ് V1 ഫോം ആയിരിക്കും വരിക. വുഡ് പ്ലസ് V1 ഫോം ആയിരിക്കും. V2 അല്ല V1 ഫോം ആയിരിക്കും വരിക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മെയിൻ ക്ലോസ് ആയിരിക്കും തരിക. അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് ക്ലോസിൽ വെർബിൻ്റെ V2 ഫോം കൊണ്ടുവരണം. ഇതാണ് സെക്കൻഡ് കേസിൻ്റെ റൂള്. തേർഡ് കേസിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? വുഡ് ഹാവ് പ്ലസ് V3 വരണം. അതാണ് റൂൾ. ഈ റൂളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നമുക്ക് എക്സാമ്പിൾസ് കൂടെ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ബോക്സ് ഓർത്ത് വെക്കുക. ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരണം. ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരണം. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഇതാണ് റൂള്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ക്ലോസിൽ വില്ല് വന്നാൽ ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരണം. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതും? വിൽ. പാസ് ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെന്താ? ഇഫ് യു സ്റ്റഡീഡ് യു ഡാഷ് പാസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇഫ് ക്ലോസിൽ ED ഫോമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? V2 ആണ്. ഇവിടെ വുഡ് പ്ലസ് V1 ആണ് വരും അല്ലേ. വുഡ് പാസ്. ദെൻ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3 വരണം. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3. വിൽ പാസ്, വുഡ് പാസ്, വുഡ് ഹാവ് പാസ്. ഈ രീതിയിൽ നമ്മൾ ഫോം ചെയ്തത് ഫില്ല് ചെയ്തല്ലേ. ഈ ചിലപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കോൺവെർസേഷനിൽ തരികയെന്ന് വെച്ചാൽ ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ, നമ്മൾ എന്താണ് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഫുള്ളായിട്ടൊരു ഡാഷ് ആയിരിക്കും തരിക. നമുക്ക് ഇവിടെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഫുള്ളായിട്ടായിരിക്കും തരിക. നമ്മളത് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. നമ്മളെ ലോജിക്കലി നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ, അവളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾ എന്തായാലും വരും എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ഷീ. പിന്നെ അവിടെ നമ്മൾ ഓക്സിലറി വെർബ് എന്താ കൊണ്ടുവരേണ്ടത് എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്സിലറി വെർബാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്സിലറി വെർബും ഏത് വെർബാണ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാഷാണ് കേട്ടോ തന്നിട്ടുള്ളത്. നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യാണ്. നീ അവളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾ വരും. അവൾ തീർച്ചയായിട്ടും വരുന്ന പറയല്ലേ. അപ്പോൾ നമ്മൾ അവൾ എന്നുള്ളതിന് ഷീ എന്ന് എഴുതി. പിന്നെന്താണ്? ഇൻവൈറ്റഡ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ വെർബിൻ്റെ ED ഫോമാണ്, അത് സെക്കൻഡ് ഫോമാണ്. അപ്പോൾ ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് വുഡ് പ്ലസ് V1 വരണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വുഡ്, അവൾ വരും എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ വരിക എന്നുള്ളതിന് കം, വുഡ് കം, ഷീ വുഡ് കം അല്ലേ. ഷീ വുഡ് കം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വുഡ് പ്ലസ് V1 കിട്ടി. അടുത്തത് ഇതുപോലെ ഡാഷാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ഡാഷാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഇവിടെ ഇതൊന്നുമില്ല, നമുക്ക് ഫുള്ളായിട്ടൊരു വലിയൊരു ഡാഷാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ഇഫ് യു കം ടുമോറോ, നീ നാളെ വരികയാണെങ്കിൽ അല്ലേ എന്താണ് സംഭവിക്കുക? ഞാൻ നിന്നെ മീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ ഐ എഴുതി. ദെൻ കമ്മാണ്. ഇഫ് ക്ലോസിൽ കം എന്ന് പറഞ്ഞാൽ V1 ഫോമാണ്. അപ്പോൾ നമ്മളിവിടെ മെയിൻ ക്ലോസിൽ എന്താണ്? വില്ലാണ് കൊണ്ടുവരുന്നത് അല്ലേ. ഐ വിൽ മീറ്റ് യു അല്ലേ. നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് എന്ത് നെക്സ്റ്റ് കേസ്? ഐ ഹാഡ് വൺ ദി ലോട്ടറി. ഇവിടെ നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സെൻറ്റൻസ്, ഒരു ഡാഷാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? ഇഫ് ഐ ഹാഡ് വൺ ദി ലോട്ടറി, ഞാൻ എന്താണ് ലോട്ടറിയിൽ വിൻ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു കാറ് വാങ്ങുന്ന, അല്ലെങ്കിൽ ഞാനൊരു വീട് വെക്കുന്ന. അപ്പോൾ നമ്മുടെ ലോജിക്കൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് ഇവിടെ ഹാഡ് ബെറ്റർ ആണ്. ഹാഡ് ബെറ്റർ ആകുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഹാഡ് ബെറ്റർ അല്ല സോറി, ഹാഡ് പ്ലസ് V3 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ എന്ത് ചെയ്യണം? വുഡ് ഹാവ് പ്ലസ് V3 നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഐ വുഡ് ഹാവ് എന്താണ്? ഐ വുഡ് ഹാവ് ബിൽട്ട് എ ന്യൂ ഹൗസ് എന്നൊക്കെ എഴുതാം. നമുക്ക് ലോജിക്കലി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇഫ് ക്ലോസിൽ V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരണം. ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരണം. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ വില്ലിന് പകരം നമുക്ക് വില്ലിന് പകരം ഷോൾ, ക്യാൻ, മേ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. വുഡിന് പകരം ഷുഡ്, കുഡ്, മൈറ്റ് ഇതിലേതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺവെർസേഷൻ കംപ്ലീറ്റേഷനിൽ നമ്മൾ പഠിക്കാനത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലുള്ള ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഡബ്ല്യു ക്വസ്റ്റ്യൻ, എസ്ഒ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ഡയഗ്രീസ് ക്ലോസ്, പിന്നെന്താ ഹാഡ് ബെറ്റർ, ഗുഡ് യു മൈൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇതിലുള്ള ഏതെങ്കിലും ഒരു 3 എണ്ണമാണ് നമുക്ക് വരികയുള്ളൂ, ഏതാണ് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതായി തന്നിട്ടുള്ള എക്സാമ്പിളൊക്കെ ഒന്ന് വെച്ച് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, ഒന്ന് പ്രാക്ടീസ് ആയിക്കോട്ടെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനിയും മിസ്സിൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. പ്രിൻസിപ്പലിനെ വന്ന് ചോദിക്കും. ഓക്കെ.